ഹേ ഗായ്സ്, രാവിലെ തന്നെ ഞങ്ങൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇന്നാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി. നമ്മുടെ നാട്ടിലെ പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞില്ലേ? ഇവിടെയാണെങ്കിൽ കുറച്ച് മലയാളികളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു ടൈമൊക്കെ നോക്കി ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്താണ് ഓണാഘോഷ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഞാൻ ഈ ഓണാഘോഷ പരിപാടിക്ക് പോകാൻ റെഡിയാകുന്നത്. അപ്പം റെഡി ആവാനായിട്ട് നോക്കിയപ്പോഴോ സാരി ഉടുക്കാൻ അറിയത്തില്ല. സാരി ഉടുക്കാനൊക്കെ അറിയത്തില്ലെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് അറിയാം, പക്ഷെ നല്ല രീതിക്ക് ഒരു സാരി ഉടുത്ത് പഠിച്ചിട്ടില്ല. ആകെ സാരി ഉടുക്കാൻ പഠിച്ചത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി സാരി ഉടുക്കാൻ പഠിച്ചെങ്കിലും അന്ന് ഉടുത്തുവെങ്കിലും പിന്നെ അങ്ങനെ നമ്മളങ്ങനെ റെഗുലറായിട്ട് ഉടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഉടുക്കാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബ് നോക്കി അവളെ ഉടുപ്പിച്ച് പിന്നെ ഞാനും ഉടുത്ത് അത്ര ശരിയൊന്നും ആയില്ല. ഉം, ഉള്ളതൊക്കെ മതിയല്ലേ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, സമയം എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കെന്നാലും അവിടെ ചെന്ന് നോക്കാം പരിപാടി എന്തായെന്ന്. കാരണം 10:30 തുടങ്ങിയ പരിപാടിക്ക് ഞങ്ങൾ റെഡിയാകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായി. 12:30. ഇനിയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ അവിടെ പരിപാടി തീരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. സദ്യക്ക് മുമ്പെങ്കിലും എത്തണ്ടേ. എന്തായാലും ഒരു 16 കൊണ്ട് കൊടുത്തതാണ് ഗൈസ്. അപ്പം നമ്മൾ അതനുസരിച്ചെങ്കിലും പോയി കഴിക്കട്ടെ. അപ്പം എന്തായാലും പോയി നോക്കാം അവിടുത്തെ എന്താ സ്ഥിതിന്ന്. അപ്പം ഞങ്ങളവിടെ എത്തിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷെ അത് പാളിപ്പോയി ഗൈസ്. തുടങ്ങി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ എത്തിയപ്പം തന്നെ വടംവലിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വടംവലി നടന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ ആൾക്കാർ നിൽക്കുന്ന ക്യൂ ഇല്ലേ, കറക്റ്റ് അതുപോലെ തന്നെ കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു ചേട്ടനെ കൂടി ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ കൊല്ലത്തേനൊന്നും ഞങ്ങൾ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അനിയത്തി ഫസ്റ്റ് ടൈമിലൊന്ന് പോയിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന് മുമ്പത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഈ പ്രാവശ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പിന്നെ അത് കഴിഞ്ഞ് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പരിപാടികളെല്ലാം കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ഡാൻസും പിന്നെ എല്ലാവരും മിക്കവരുടെ തന്നെ പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കളിക്കാൻ നല്ല മിടുക്കരായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇല്ലാണ്ട് കളിക്കാനൊന്നും ചെയ്തില്ല. അങ്ങനെ പരിപാടികളെല്ലാം കണ്ട് 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 സമയം പോയതേ അറിഞ്ഞില്ല. 7 മണിക്ക് പരിപാടി തീരേണ്ട പരിപാടി തീർന്നത് തന്നെ 10:45 അങ്ങനെ എല്ലാ പരിപാടിക്കും ഉണ്ടാകുന്ന പോലെ ഏറ്റവും ലാസ്റ്റ് എല്ലാവരുടെയും ഉള്ള ഒരു ഫ്യൂഷൻ ഡാൻസർ കൂടി ഈ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.